ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു കോഡിംഗ് വിസാർഡ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൻ്റെ അകത്തേക്ക് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഫ്ലട്ടർ മൊബൈൽ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മളുടെ ആപ്ലിക്കേഷനെല്ലാം റെഡിയാണ് പബ്ലിഷ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഒട്ടും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യം, നമ്മൾ ഫുള്ളി നമ്മുടെ ഡേറ്റ് ഒക്കെ ഫിക്സ്ഡ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്കിത് പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയറിലേക്ക് കിടക്കാം. അപ്പോൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷന് നിങ്ങളൊരു ലോഞ്ചർ ഐക്കൺ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം. ഒരു ആപ്പ് ഐക്കൺ, ലോഞ്ചർ ഐക്കൺ മീൻസ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഐക്കണാണ്. ഐക്കൺ, ആപ്ലിക്കേഷൻ്റെ നെയിം, കാര്യങ്ങളൊക്കെ, പാക്കേജ് നെയിം, ഇതെല്ലാം പക്കയായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്കങ്ങനെ ലോഞ്ചർ ഐക്കൺ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയത്തില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ലോഞ്ചർ ഐക്കൺ എങ്ങനെ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ നെയിം എങ്ങനെ ചേഞ്ച് ചെയ്യാം, ഇതൊക്കെ നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫുള്ളി നമ്മളുടെ ഈ ഒരു ഫ്ലട്ടർ ആപ്ലിക്കേഷനെ എങ്ങനെയാണ് നമുക്ക് സൈൻ ചെയ്യണം. പ്ലേ സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെ സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനകത്ത് സൈൻ ചെയ്തിട്ട് എങ്ങനെ പുതിയ പ്ലേ കൺസോൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്തിട്ട് അതിലേക്ക് എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു ആപ്ലിക്കേഷനെ പബ്ലിഷ് ചെയ്യുന്നതെന്നാണ്, അപ്ലോഡ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനൊരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ട്. നമ്മുടെ ഫ്ലട്ടർ ടീം നമുക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഡോക്യുമെൻറ്റേഷൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കയറി ചെല്ലാൻ പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ പോകുന്ന വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ഫ്ലട്ടറിൻ്റെ അകത്ത് ആൻഡ്രോയിഡ് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക്, ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പുകളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ. ഇനി നിങ്ങൾ ആപ്പ് സ്റ്റോറിലേക്കാണെങ്കിൽ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ബിൽഡ് ആൻഡ് റിലീസ് ആൻഡ് iOS ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ആൻഡ്രോയിഡ് ആപ്പാണ് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഫ്ലട്ടറിൽ നിന്നുള്ള ആൻഡ്രോയിഡ് ആപ്പ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടാകും ഒത്തിരി കാര്യങ്ങൾ. പക്ഷെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ആപ്ലിക്കേഷനെ സൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സൈൻ ദ ആപ്പ്. അപ്പോൾ നമ്മുടെ ആപ്പിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ ഒരു കീ സ്റ്റോർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, കീ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യുന്നത് പല രീതിയിലാണ്, പല ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്തും വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങൾ വിൻഡോസ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കീ സ്റ്റോറിൻ്റെ ഈ ഒരു കോഡ് നിങ്ങൾ കോപ്പി ചെയ്യുക. മാക് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു കോഡ് കോപ്പി ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അനുസരിച്ച് അത് കോപ്പി ചെയ്യാം. പിന്നെ ഒരു കാര്യമുള്ളത്, ഇതിനകത്ത് നമുക്കിവിടെ ഒരു അപ്ലോഡ് keystore.jks എന്ന് പറഞ്ഞിട്ടൊരു ഫയലുണ്ട്. ഇത് നമ്മളുടെ ഫയൽ നെയിമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഏത് ഫോൾഡറിലേക്കാണ് അല്ലെങ്കിൽ ഏത് ലൊക്കേഷനിലേക്കാണ് നമ്മളുടെ ഈ ഒരു കീസ്റ്റോർ ഫയലിനെ സ്റ്റോർ ചെയ്യേണ്ടത്, സേവ് ചെയ്യേണ്ടത്, അതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. നമ്മളിപ്പോൾ വിൻഡോസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് യൂസർ പ്രൊഫൈൽ /upload-keystore എന്ന് കാണാം. അതായത് നമ്മളുടെ ആ ഒരു ലൊക്കേഷൻ, ഏത് ലൊക്കേഷനിലാണോ സ്റ്റോർ ആവേണ്ടത്. ഇപ്പം നിങ്ങളുടെ യൂസർ നെയിം എന്താണോ, അതായത് നിങ്ങൾക്കിപ്പോൾ സി ഡ്രൈവിൽ പോയി കഴിഞ്ഞാൽ യൂസേഴ്സ് എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടാവും. അതിനകത്ത് നിങ്ങളുടെ യൂസർ നെയിം അവിടെ കൊടുത്തിട്ടുണ്ടാവും. ആ എക്സാക്ട് യൂസർ നെയിം നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, നമ്മൾ ആ ഒരു കറക്റ്റ് പാത്താണ് കൊടുക്കേണ്ടത്. അവിടെ ആയിരിക്കും നമ്മുടെ ഈ ഒരു കീ സ്റ്റോർ ഫയൽ ജനറേറ്റ് ആവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു ജസ്റ്റ് ഒരു സാമ്പിളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സാമ്പിൾ യൂസർ പ്രൊഫൈൽ നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമ്മളുടെ എക്സാക്റ്റ് യൂസർ നെയിം ഇവിടെ നമ്മൾ കൊടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് ഞാനിപ്പോൾ മാക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ ഫയലാണ് കോപ്പി ചെയ്യുന്നത്. നിങ്ങൾ വിൻഡോസ് ആണെങ്കിൽ ഇത് കോപ്പി ചെയ്യാം. ഓക്കെ, ലിനക്സ് ആണെങ്കിലും ഈ ഫസ്റ്റ് ഇതാണ് കോപ്പി ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ആ ഒരു കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിലവിൽ എനിക്കിപ്പോൾ ഇത് മാക്കോസിൻ്റെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ ലിനക്സിൻ്റെ കേസിലാണെങ്കിൽ ഇത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ നിൽക്കുന്ന ഏത് യൂസർ പ്രൊഫൈലാണോ ആ യൂസർ പ്രൊഫൈലിൻ്റെ അകത്ത്, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് യൂസേഴ്സിൻ്റെ അകത്ത് ഉണ്ട്. ഇവിടെ യൂസേഴ്സിനകത്ത് എൻ്റെ അഖിൽ ബെന്നി പറയുന്ന ഈ ഒരു യൂസറിനകത്താണ്. അപ്പോൾ ഈ ഒരു ഫോൾഡർ വരെയുള്ള പാത്താണ് ഈ ഒരു സിമ്പിൾ നമുക്ക് കാണിക്കുക. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആ ഫോൾഡറിൻ്റെ അകത്ത് അപ്ലോഡ് keystore.jks എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ആവും. പക്ഷേ എനിക്കിവിടെ ഓൾറെഡി അതിനകത്ത് ഒരു ഫയലുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ആ സെയിം ലൊക്കേഷനിൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയാൽ എറർ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനകത്ത് CC അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു സെപ്പറേറ്റ് ഫോൾഡർ ഉണ്ടെങ്കിൽ അവിടേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കൊടുക്കുക. ഒരു ഡിഫറെൻറ്റ് ലൊക്കേഷൻ ഒരു പാത്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, അഖിൽ ബെന്നിയുടെ അകത്ത് ഒരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ആവും. അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു കീ സ്റ്റോർ ഫയൽ ജനറേറ്റ് ആവും. ഓക്കെ, അങ്ങനെ നമ്മളിതിനെ പാത്ത് സെറ്റ് ചെയ്യുക. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ വിൻഡോസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വിൻഡോസിലേക്കുള്ള ഈ ഒരു കോഡ് കോപ്പി ചെയ്യാം.
ഇവിടെ വരാം, ഇവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഈ ഒരു യൂസർ പ്രൊഫൈലിലവിടെ നിങ്ങളുടെ യൂസർ നെയിം എന്താണോ അത് നിങ്ങൾ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ യൂസർ നെയിം നിങ്ങളുടെ യൂസർ നെയിം കൊടുക്കുക. നിങ്ങൾ ആ ഒരു യൂസർ നെയിമിൻ്റെ ആ ഒരു ഫോൾഡർ ഉണ്ടാവും, നിങ്ങൾക്ക് സി ഡ്രൈവിനകത്ത് യൂസേഴ്സ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടാവും. അവിടെ നിങ്ങളുടെ യൂസർ നെയിം എന്താണോ ആ ഫോൾഡർ അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫയൽ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും ഫ്ലട്ടർ ചെയ്തപ്പോൾ നിങ്ങൾ കീസ്റ്റർ ഫയൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ ഒരു സെപ്പറേറ്റ് വേറൊരു ഫോൾഡറും കൂടിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തായിരിക്കും ജനറേറ്റ് ആവുക. അപ്പോൾ ഇത് ഡ്യൂപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇറേഴ്സ് വരാനായിട്ടുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനൊരു പാത്ത് കൊടുത്തിട്ട് അതിനെയാണ് കോപ്പി ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ടെർമിനലിൽ ഇത് പേസ്റ്റ് ചെയ്യാം. നമ്മുടെ കോഡ് പേസ്റ്റ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു കീ സ്റ്റോർ ഫയലിനെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനൊരു പാസ്വേഡ് കൊടുക്കണം. ഓക്കെ, നമ്മൾ ഇതിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാം. പക്ഷെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പാസ്വേഡ് വിസിബിൾ ആവില്ല, കാരണം ഇത് ഹിഡൻ ആയിട്ട് അതിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹിഡൻ ആക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതെല്ലാം ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കാം. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്നുകൂടി റീ എൻ്റർ അടിക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കണം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ റിലീസ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ നെയിം വെച്ചിട്ട് നിങ്ങൾക്കൊരു ബ്രാൻഡ് നെയിം പോലെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്കിതിനെ റിലീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് നമുക്കൊരു ഓർഗനൈസേഷൻ യൂണിറ്റ് ആയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് സിറ്റി കൊടുക്കുകയാണ്. ഇനി ഓർഗനൈസേഷൻ്റെ നെയിം റിപ്പീറ്റ് ചെയ്യാം, വൈറ്റ് സിറ്റി. ഓക്കെ, നമ്മളുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അങ്കമാലിയാണ്. ഇനി നിങ്ങൾ ആരെങ്കിലും അങ്കമാലിക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മെൻഷൻ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് കൊടുക്കണം. നമ്മൾ കേരള. ദെൻ നമ്മൾ നമ്മുടെ കൺട്രി കോഡ് 2 ലെറ്റർ കൺട്രി കോഡാണ്, അതായത് നമ്മുടെ ഇന്ത്യ IN എന്ന് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കുക. ഇപ്പോൾ ഒരു നമ്മുടെ എല്ലാ ഓപ്ഷൻസും പറയും, നമ്മളുടെ ഡീറ്റെയിൽസ്, നമ്മുടെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ പറയും. എന്നിട്ട് ഇത് കറക്റ്റ് ആണോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മളിവിടെ എസ് എന്നിട്ട് എല്ലാം കറക്റ്റ് ആണെങ്കിൽ എസ് എന്ന് കൊടുക്കുക. എന്നിട്ട് എൻ്റർ അടിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു എറർ കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സൈൻഡ് ഇൻ കീസ്റ്റർ ഫയൽ നോ സച്ച് ഫയൽ ഓർ ഡയറക്ടറി. അതിനർത്ഥം നമ്മൾ ഇങ്ങനെ ഒരു ഫോൾഡർ, ഐ തിങ്ക് ഈ ഒരു CC എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഞാൻ വിചാരിച്ചു ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുമെന്നാണ്. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഓട്ടോമാറ്റിക്കലി വിൻഡോസിൽ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ആവുമായിരിക്കാം. ഇതിനകത്ത് ഇവിടെ ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് പോയിട്ട് ഒരു ഫോൾഡർ, പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാണ്, CC. ഓക്കെ, CC. ഇതിൻ്റെ അകത്താണ് ആ ഫയൽ ജനറേറ്റ് ആവേണ്ടത്. അപ്പോൾ ആ ഒരു ഫോൾഡർ ഇതിന് മിസ്സിങ് ആയതുകൊണ്ടായിരിക്കാം ഇത് ചിലപ്പോൾ എറർ തന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം ആ പാത്ത് നല്ല പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ കീസ്റ്റർ ഫയൽ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ പോയി നോക്കിയാൽ, നിങ്ങളിപ്പോൾ ഫയൽ എക്സ്പ്ലോറർ ആണെങ്കിൽ അതിനകത്ത് ആ ഒരു ഏത് പാത്താണ് പോയി കൊടുത്തത് അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷൻ അവിടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫയലിനെ ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യണമെങ്കിൽ അങ്ങനെ കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ അകത്ത് ആൻഡ്രോയിഡിൻ്റെ ഫോൾഡർ ഉണ്ടല്ലോ, ആ ഒരു ഫോൾഡറിലോട്ട് പോവാം. ഓക്കെ, എന്നിട്ട് ഇതിനെ നമ്മൾ ആ ഒരു ഫോൾഡറിനകത്ത് പേസ്റ്റ് ചെയ്യാം, കീസ്റ്റോർ ഫയലിന്. ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ആൻഡ്രോയിഡിൻ്റെ ഫോൾഡറിൽ നമ്മൾ ഈ ഒരു കീസ്റ്റോർ ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഡോക്യുമെൻറ്റേഷൻ പേജിലേക്ക് പോകാം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഇവർ പറയുന്നത്. അത് നമുക്ക് ആൻഡ്രോയിഡിൻ്റെ ഫോൾഡറിൻ്റെ അകത്ത് തന്നെ key.properties എന്ന് പറയുന്ന ഒരു ഫയൽ നമുക്ക് വേണം. ഓൾറെഡി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം, കോപ്പി കൊടുക്കാം. ഇതിൽ ആൻഡ്രോയിഡിൻ്റെ അകത്ത് key.properties എന്ന് പറയുന്ന ഒരു ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ അകത്ത് key.properties നിലവിലില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനോടൊരു key.properties എന്ന് കൊടുക്കാം. ഓക്കെ, നമ്മൾ key.properties എന്ന് കൊടുത്തു, അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ആ ഫയലിൻ്റെ അകത്ത് നമ്മൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത ആ ഒരു കോഡ് നമ്മളിവിടെ നിന്ന് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ഇനി നമ്മളിവിടെ നമ്മുടെ കീ സ്റ്റോറിൻ്റെ പാസ്വേഡ്, നമ്മൾ കീ സ്റ്റോർ ജനറേറ്റ് ചെയ്ത ടൈമിൽ നമ്മൾ എൻ്റർ ചെയ്ത പാസ്വേഡ്
പാസ്വേഡ് കൊടുക്കുക. പിന്നെ ഒരു കീ സ്റ്റോറിൻ്റെ ഫയൽ ലൊക്കേഷൻ നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു കീ ഏലിയാസ് എന്ന് പറയുന്നത് ഇത് ഡിഫോൾട്ടായിട്ട് അപ്ലോഡ് തന്നെയാണ്, അത് നിങ്ങൾ ചേഞ്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനിവിടെ എൻ്റെ ആ ഒരു പാസ്വേഡ് ഇവിടെ കൊടുക്കും. ഓക്കെ, ഇനി നമ്മളുടെ ഫയൽ ലൊക്കേഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കീ സ്റ്റോർ ഫയൽ ഉണ്ടല്ലോ, ഇതിലേക്കുള്ള പാത്താണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് key.properties എന്ന് പറയുന്ന ഫയലിലാണ്, ഈ ഫയലിലാണ്. ഇവിടെ നിന്ന് ഇതിലേക്ക് പോകാനായിട്ട് ഡയറക്റ്റ് കണക്ഷനാണ്, നമുക്ക് വേറെ ഫോൾഡേഴ്സിൻ്റെ അകത്തേക്ക് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇത് രണ്ടും സെയിം ലെവലിലാണ് കിടക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമുക്കിവിടെ ഡയറക്റ്റ് നമുക്ക് ആ ഒരു ഫയലിൻ്റെ നെയിം കൊടുത്താൽ മതി. ഓക്കെ, അതായത് അപ്ലോഡ് keystore.jks. ഓക്കെ, അപ്ലോഡ് keystore.jks. ഓക്കെ, ഇത് നമ്മൾ കൊടുക്കുക. ഓക്കെ, ഇത്തരം കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നമ്മളുടെ ഡോക്യുമെൻറ്റേഷനിൽ വരാം. അതായത് ഇതിന് താഴെയായിട്ട് നമുക്കിനിയുള്ളത് ഈ ഒരു കീ സ്റ്റോർ ഫയലിനെ നമ്മളുടെ ഈ ഒരു ആപ്പ് ലെവലിലുള്ള build.gradle ഫയലിൻ്റെ അകത്തേക്ക് ലോഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ build.gradle അകത്ത് ആൻഡ്രോയിഡ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്ക് ഇത്രയും കാര്യങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇതിന് നമ്മളിവിടുന്ന് കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മൾ ആപ്പ് ലെവലിലുള്ള build.gradle അകത്തേക്ക് വരാം. ഓക്കെ, ആൻഡ്രോയിഡ് ഫോൾഡറിൻ്റെ അകത്ത് ആപ്പ് ലെവലിലുള്ള build.gradle ഇവിടെ വന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഇതാണ് നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ സെക്ഷൻ. ഈ ഒരു ആൻഡ്രോയിഡിൻ്റെ ഈ ഒരു സെക്ഷന് മുകളിലായിട്ട് നമ്മൾ കോപ്പി ചെയ്തത് ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിനെ നമ്മൾ ഈ ഒരു പ്ലസ്സിനെ നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ആഡ് ചെയ്തത് ഇതിന്. ഓക്കെ, നമുക്ക് ഇതിനെ സേവ് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിരിച്ച് ഡോക്യുമെൻറ്റേഷനിൽ വന്നിട്ട് തൊട്ട് താഴെയായിട്ട് ഈ ഒരു സൈൻ ഇൻ കോൺഫിഗ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലോക്ക് കാണും. ഇത് നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ അകത്തായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, ഈ ഒരു സെക്ഷനെ ആൻഡ്രോയിഡിൻ്റെ അകത്തായിട്ട്, അതായത് ഇവിടെ നമുക്ക് ആൻഡ്രോയിഡിൻ്റെ അകത്തായിട്ട് ബിൽഡ് ടൈപ്സ് ഉണ്ട്, ഇതിന് മുകളിലായിട്ട് പേസ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ ഈ ഒരു പ്ലസ് സിമ്പിൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇത്രയും സാധനത്തിന് നമുക്കൊന്ന് തിരിച്ച് ഓക്കെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വയ്ക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ സൈൻ ഇൻ കോൺഫിഗ്സിനകത്ത് റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ കീ സ്റ്റോർ ഫയൽസിലേക്കുള്ള സോഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഈ ഒരു ബിൽഡ് ടൈപ്സ് ഉണ്ടല്ലോ, ഇതിനകത്ത് റിലീസിൻ്റെ അകത്ത് ആകെ ഉള്ളത് ഡീബഗ് ആണ്. ഓക്കെ, ഈ ഡീബഗിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ഓപ്ഷൻ കൂടി ആഡ് ചെയ്യാം. ഡീബഗിന് പകരം റിലീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കൂടി ആഡ് ചെയ്യാം. ഇത് നമ്മൾ ഡോക്യുമെൻറ്റേഷൻ ക്ലിക്ക് ചെയ്താലും ഇവിടെയായിട്ട് നമുക്ക് റിലീസ് ആഡ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. ഓക്കെ, അത് ആഡ് ചെയ്യാം. ഇനി അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ റെഡി ആക്കി വയ്ക്കുക. ഇനി നിങ്ങളുടെ ഈ ഒരു പ്രൊജക്റ്റിനകത്ത് മൾട്ടി ഡെസ്ക് സപ്പോർട്ട് അത് ഓൺ അല്ല എന്നുണ്ടെങ്കിൽ, അത് ഇനേബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇനേബിൾ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എറർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ബിൽഡ് ചെയ്യാനായിട്ട് നോക്കുക. ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലട്ടർ ബിൽഡ് ആപ്പ് ബണ്ടിൽ എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഫ്ലട്ടർ ബിൽഡ് ആപ്പ് ബണ്ടിൽ ടൈപ്പ് ചെയ്താൽ നമുക്കൊരു .aab ഫയലാണ് നമുക്ക് ജനറേറ്റ് ആയിട്ട് കിട്ടേണ്ടത്. ഈ ഒരു ഫയലിനെയാണ് നമ്മൾ പ്ലേ കൺസോളിലേക്ക് അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ എൻ്റർ ചെയ്യാം. ഇവിടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇത് നമുക്ക് എറർ തരുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നെങ്കിൽ മൾട്ടി ഡെസ്ക് സപ്പോർട്ട് ഇനേബിൾ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് നമുക്ക് തരും. ഓക്കെ, ഇവിടെ നമുക്കൊരു എറർ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു എറർ കോഡ് വായിച്ച് നോക്കാം. android_app/keystore.jks. അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു upload-keystore.jks ഈ ഒരു ഫയല് ആൻഡ്രോയിഡിൻ്റെ അകത്തുള്ള ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിൻ്റെ അകത്തല്ല ഫൈൻഡ് ചെയ്തത്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഈ ഒരു ഫയൽ മിസ്സിങ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മളിതിൻ്റെ പേസ്റ്റ് ചെയ്ത് ആൻഡ്രോയിഡിൻ്റെ ഫോൾഡറിൽ ഡയറക്റ്റാണ് ഈ ഒരു ഫയൽ നമ്മൾ കൊണ്ടുവന്നിട്ടത് അല്ലേ. അപ്പോൾ ആ ഒരു ഫയൽ ഇതാണ്. ഇതിന് നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ഈ ഒരു ആൻഡ്രോയിഡിൻ്റെ ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിൻ്റെ അകത്ത് കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്തിടാം. ഓക്കെ, ഇപ്പോൾ ആൻഡ്രോയിഡ് ആപ്പിൻ്റെ അകത്താണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ എക്സാക്റ്റ് ഈ ഒരു ലൊക്കേഷനിൽ നമ്മളുടെ ഈ ഒരു കീ സ്റ്റോർ ഫയൽ വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി റീറൺ ചെയ്ത് നോക്കാം.
ഓക്കെ, ഇപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ആപ്പ് release.aab ഫയല് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ഫയലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്ലേ സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഫയലിനെ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. ഇത് നമുക്കൊന്നെങ്കിൽ നമ്മുടെ ഫയൽ എക്സ്പ്ലോററിലോ അല്ലെങ്കിൽ മാക്OSലോ ആണെങ്കിൽ ഫൈൻഡറിനകത്ത് നമുക്ക് ഓപ്പൺ ആക്കി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നെങ്കിൽ കമാൻഡ് പ്ലസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, കമാൻഡ് മാക്കിലെ കമാൻഡ്, വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു ലിങ്കിനകത്ത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫയൽ ഡയറക്റ്റ് ഇതിനകത്ത് ഓപ്പൺ ആയി വരും. പക്ഷെ നമുക്ക് ഈ ഒരു ഫയൽ .aab ഫയൽ ഡയറക്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നുണ്ടല്ലോ, ഇതാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ ഇതിരിക്കുന്നത് നമ്മളുടെ അസറ്റിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഫോൾഡർ ഉണ്ട്, ബിൽഡ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ആപ്പ് എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്. അതിനകത്ത് ഔട്ട്പുട്ട്, ബിൽഡ്, റിലീസ്, അതിനകത്താണ് ഈ ഒരു ഫയൽ വരുന്നത്. ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിവീൽ ഇൻ ഫയൽ കൊടുക്കുക. നിങ്ങളുടെ ആണെങ്കിൽ റിവീൽ ഇൻ ഫയൽ എക്സ്പ്ലോറർ ആയിരിക്കാം, അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് നമ്മുടെ ഫയൽസിൻ്റെ അകത്ത് കാണാവുന്ന രീതിയിലേക്ക് ആക്കാം. ഈ ഫയലിനെയാണ് നമ്മൾ പ്ലേ കൺസോളിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്ലേ കൺസോൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, പ്ലേ കൺസോൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്യാന്ന് പറയുന്നത് ഒരു $25 നമുക്കവിടെ എക്സ്പെൻസ് വരുന്നത്. പക്ഷേ അതൊരു വൺ ടൈം പർച്ചേസാണ്. ഒരു തവണ നമ്മളതൊരു ആ ഒരു എമൗണ്ട് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് എത്ര ആപ്ലിക്കേഷൻസ് വേണമെങ്കിലും അതിലേക്ക് അൺലിമിറ്റഡ് ആപ്ലിക്കേഷൻസ് നമുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു പ്ലേ കൺസോൾ അക്കൗണ്ട് ത്രൂ. ഓക്കെ, അപ്പോൾ പക്ഷെ നമുക്കിതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ 2 തവണ എനിക്ക് പ്ലേ കൺസോൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം ഫസ്റ്റ് പ്ലേ കൺസോൾ അക്കൗണ്ട് പർച്ചേസ് ചെയ്തിട്ട് അതിനകത്ത് ഞാൻ കുറേ നാളത്തേക്ക് ഒരു ആപ്ലിക്കേഷൻസും പബ്ലിഷ് ചെയ്തില്ല. ഓക്കെ, ഒരു ആപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നില്ല അതിനകത്ത് 0 ആപ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് യൂസ്ലെസ് ആയിട്ട്, ഓക്കെ, ഇതിൻ്റെ നമ്മൾ റിസോഴ്സസ് എല്ലാം ഹോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്, ഒരു ആപ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഗൂഗിൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഈ ഒരു പ്ലേ കൺസോൾ അക്കൗണ്ട് ക്യാൻസൽ ചെയ്തു. ഓക്കെ, അതിന് നമുക്ക് റീഫണ്ടോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഓക്കെ, നമ്മളായിട്ട് ഇതിന് റീഫണ്ട് ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ ഗൂഗിളായിട്ട് അവരായിട്ട് തന്നെ എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീഫണ്ട് കിട്ടത്തില്ല. അപ്പോൾ മിനിമം ഒരു ആപ്ലിക്കേഷനെങ്കിലും ഇതിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിടാനായിട്ട് നോക്കുക. ഇൻറ്റേർണൽ ടെസ്റ്റിങ്ങിലോ നമുക്ക് പ്രൊഡക്ഷനായിട്ട് പബ്ലിക്കിലേക്ക് റിലീസ് ചെയ്തിട്ടില്ലെങ്കിലും കുറച്ച് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടെങ്കിലും വിൽക്കാനായിട്ട് നോക്കണം ഈ ഒരു പ്ലേ കൺസോൾ അക്കൗണ്ടിനകത്ത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്കത് ക്യാൻസലായി പോകും. നമുക്ക് ഈ ഒരു പ്ലേ കൺസോൾ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു വെബ്സൈറ്റിലേക്ക് വരും. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രൗസറിനകത്ത് പ്ലേ കൺസോൾ എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, പ്ലേ കൺസോൾ. ഇതിനകത്ത് നമുക്ക് ഗൂഗിൾ പ്ലേ കൺസോളിൻ്റെ ഓപ്ഷൻ കിട്ടും. ഓക്കെ, play.google.com, അതിൻ്റെ അകത്ത് കൺസോൾ എന്ന് പറയുന്ന ഓപ്ഷൻ, അതിനകത്തുള്ള സൈനപ്പ്, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇൻ കേസ് നിങ്ങൾ ലോഗിനായി കിടക്കുന്ന ജിമെയിൽ അക്കൗണ്ട്, ഗൂഗിളിൻ്റെ അക്കൗണ്ട്, അതിനകത്ത് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇനേബിൾ ആണോ എന്ന് നിങ്ങൾ അറിയണം. അല്ലെങ്കിൽ ഇനേബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇനേബിൾ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്ലേ കൺസോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനേബിൾ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്തിട്ട് അക്കൗണ്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. എന്നിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇനേബിൾ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഇനേബിൾ ആയിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലായിരിക്കും വരാം. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടിരിക്കുന്ന ഇമെയിൽ അക്കൗണ്ട്, ഗൂഗിൾ അക്കൗണ്ട് ഇവിടെ കാണിക്കും. എന്നിട്ട് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് നമുക്കൊന്നെങ്കിൽ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആവശ്യം നമുക്ക് സെൽഫായിട്ട് നമുക്ക് സ്വന്തം നമ്മുടെ പേരിൽ ചുമ്മാ നമ്മൾ ഉണ്ടാക്കുന്ന ആപ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്യാനോ റിലീസ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് അങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ യുവർ സെൽഫാണ് നോക്കുന്നത്. അപ്പോൾ യുവർ സെൽഫിലാണെങ്കിൽ ഈ ഒരു ഓപ്ഷനിൽ ഗെറ്റ് സ്റ്റാർട്ടഡ് ഈ ഒരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവർ ബേസിക്കായിട്ടുള്ള നമ്മുടെ കയ്യിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഈ ഒരു ഡെവലപ്പർ അക്കൗണ്ട് ക്രിയേഷൻ സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. അപ്പോൾ ഇവർ ചോദിക്കും നമുക്കൊരു ഗൂഗിൾ അക്കൗണ്ട്, ഒരു ഇമെയിൽ ID, ഇമെയിൽ അഡ്രസ്സ്, ഗൂഗിളിൻ്റെ അക്കൗണ്ടിലുള്ള ഒരു ഇമെയിൽ അഡ്രസ്സ് നമുക്ക് വേണം. പിന്നെ നമുക്കൊരു വാലിഡ് ആയിട്ടുള്ളൊരു കോൺടാക്റ്റ് നമ്പർ നമുക്ക് വേണം. പിന്നെ നമ്മുടെ കയ്യിൽ ഒരു $25 ഒരു എമൗണ്ട് നമുക്ക് വേണം. $25 എന്ന് പറഞ്ഞാൽ ഏകദേശം 2500 രൂപ, അത്രയും 2000, 2500 അതിന് ഇൻ ബിറ്റ്വീനിലൊക്കെയാണ് ഏകദേശം നിൽക്കുക. അപ്പോൾ ചിലപ്പോൾ അത് 2000 താഴെ വരാൻ ചാൻസ് ഉണ്ട്. അത് ആ ഒരു കറൻസി റേറ്റ് അനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ അത് നമുക്ക് വേണം. പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രാൻസാക്ഷൻ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനാണ്. ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓണായിട്ടുള്ള കാർഡുകൾ യൂസ് ചെയ്യാം. അതിനകത്ത് നമുക്ക് എന്താ പറയുക 25
USD അല്ലെങ്കിൽ ഇത്ര എമൗണ്ടിന് മുകളിൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുന്ന കാർഡായിരിക്കണം. അതിപ്പോൾ ഡെബിറ്റ് കാർഡാണെങ്കിലും മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിസ കാർഡ് അതിനകത്ത് അതിൻ്റെ ആപ്ലിക്കേഷന് പോയിട്ട്, ഇപ്പോൾ SBIയുടെ ആണെങ്കിൽ യോനോ ആപ്ലിക്കേഷൻ, അത് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിനകത്ത് പോയിട്ട് ആ ഡെബിറ്റ് കാർഡിൻ്റെ സെറ്റിങ്സ് ഡൊമസ്റ്റിക് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റിയിട്ട് ഇൻ്റർനാഷണൽ കൂടി ഓൺ ചെയ്തിടണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കത്തുള്ളൂ. ഓക്കെ, അത്തരം കാര്യങ്ങൾ. അങ്ങനെ ഒരു കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും. ക്രെഡിറ്റ് കാർഡിൻ്റെ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ചെയ്തിട്ട്, ഓക്കെ, ഡിഫോൾട്ടായിട്ട് ഓൺ ആണെങ്കിൽ അതും ഓക്കെ. എന്നിട്ട് ഇത്രയും റെഡി ആണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ബട്ടണിൽ പ്രസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഡെവലപ്പർ നെയിം കൊടുക്കാം. ഓക്കെ, ഡെവലപ്പർ നെയിം നിങ്ങളുടെ പേര് കൊടുക്കാനായിട്ടാണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഓർഗനൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പേര് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് എൻ്റെ പേര് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇവിടെ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ ലിങ്ക് എ പേയ്മെൻറ്റ് പ്രൊഫൈൽ ടു വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി. നമുക്ക് ഇതിലേക്ക് നമ്മളിപ്പോൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നമുക്ക് പേയ്മെൻറ്റ് അക്കൗണ്ട് വേണം. നമുക്ക് പേയ്മെൻറ്റ് ഇപ്പോൾ ഒരു $25 പേയ്മെൻറ്റ് ഇവിടെ ചെയ്യണം. 1 ടൈം പർച്ചേസ് ആണ് ചെയ്യണം. അപ്പോൾ ലിങ്ക് എ പേയ്മെൻറ്റ് പ്രൊഫൈൽ ടു വെരിഫൈ യുവർ ഐഡൻറ്റിറ്റി. നമുക്ക് പേയ്മെൻറ്റ് പ്രൊഫൈൽ ഇവിടെ ഒന്നെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഓക്കെ, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എനിക്കിപ്പോൾ ഓൾറെഡി 2 ക്രിയേറ്റഡ് ആണ്. നിങ്ങൾക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യാം. നിലവിലൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ന്യൂ പേയ്മെൻറ്റ് പ്രൊഫൈൽ കൊടുക്കുക, എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങൾ, നമ്മളിപ്പോൾ ഇന്ത്യ ഫുൾ നെയിം കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്ട്രീറ്റ് അഡ്രസ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രീറ്റ് അഡ്രസ്സ് കൊടുക്കാം. സ്ട്രീറ്റ് അഡ്രസ്സ് ഓപ്ഷനിലല്ല, റിക്വയർഡ് ആണ്. അപ്പോൾ നമ്മൾ സ്ട്രീറ്റ് അഡ്രസ്സ് കൊടുക്കുക. പിന്നെ ടൗൺ, സിറ്റി, പിൻകോഡ് കൊടുക്കുക. സ്റ്റേറ്റ് കൊടുക്കുക, കേരള. ദെൻ സേവ് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു പുതിയൊരു പേയ്മെൻറ്റ് പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേയ്മെൻറ്റ് പ്രൊഫൈൽ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ഗൂഗിൾ പ്ലേ കൺസോൾ ഫുള്ളി യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പേയ്മെൻറ്റ് പ്രൊഫൈൽ തന്നെയായിരിക്കും. ഓക്കെ, ഇതിനകത്ത് നമ്മൾക്കൊരു പബ്ലിക് ഡെവലപ്പർ പ്രൊഫൈൽ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അത് ഈ ഒരു പ്രൊഫൈലായിരിക്കും പബ്ലിക് കാണുക. നമ്മൾ പ്ലേ സ്റ്റോറിൽ അവർ കയറി നോക്കുമ്പോൾ, നമ്മുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് കാണാൻ പറ്റുക. ഡെവലപ്പർക്ക് അവർക്ക് അതായത് നമ്മുടെ യൂസേഴ്സിന് നമ്മളെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ അവർ എന്ത് ത്രൂ കോൺടാക്റ്റ് ചെയ്യും. അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇമെയിൽ അഡ്രസ്സ് നമ്മളിവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുകയാണ്. ഓക്കെ, ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. എന്നിട്ട് ഇത് വാലിഡ് ആയിട്ടുള്ളതായിരിക്കണം, കാരണം നമുക്കിതിനെ വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു കാര്യത്തിനകത്ത് ഒട്ടും നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാതിരിക്കുക. എല്ലാം വാലിഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുക. ഓക്കെ, കാരണം ഇതൊരു ഒരു ചുമ്മാ എന്തെങ്കിലും ഒരു നേരം പോക്കിന് ചെയ്യുന്നൊരു പരിപാടിയല്ല. ഇത് ആക്ച്വലി നമ്മൾ പ്രൊഫഷണലായിട്ട് തന്നെ ആപ്ലിക്കേഷൻസ് പബ്ലിഷ് ചെയ്യാൻ, അതിന് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫേക്ക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുക, എല്ലാം ലീഗലായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ വെരിഫൈ ഇമെയിൽ അഡ്രസ്സിനകത്ത് ക്ലിക്ക് ചെയ്യുക. വേറെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് OTP വരും, അങ്ങനെ വെച്ചിട്ട് വെരിഫൈ ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഐ കൺസെൻറ്റ് ടു ഗൂഗിൾ ഷോയിങ് ദിസ് ഇൻഫർമേഷൻ ഓൺ ഗൂഗിൾ പ്ലേ ആസ് എ പാർട്ട് ഓഫ് മൈ പബ്ലിക് ഡെവലപ്പർ പ്രൊഫൈൽ. ഓക്കെ, നമ്മൾ ഈ ഡീറ്റെയിൽസ് ഗൂഗിൾ പ്ലേ സ്റ്റോർ ത്രൂ പബ്ലിക്കിലേക്ക് കാണിക്കാനായിട്ടുള്ള എല്ലാം ത്തിന് നമ്മൾ ഓക്കെ ആണെന്നുള്ളതിൻ്റെ ആ ഒരു ചെക്ക് ബോക്സാണ് ഓക്കെ, അത് നമ്മൾ ചെക്ക് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം. നെക്സ്റ്റ് അടിച്ച് കഴിയുമ്പോൾ നമ്മളൊരു കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കണം. എബൌട്ടിനകത്ത് നമ്മൾ എന്താ പറയുക, നമ്മളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, നമ്മൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്, അതായത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു പ്ലേ കൺസോൾ അക്കൗണ്ട് അതായത് പുതിയൊരു പ്ലേ കൺസോൾ അക്കൗണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് മുമ്പും പ്ലേ കൺസോൾ അക്കൗണ്ട്സ് യൂസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ മുമ്പും പല ആപ്ലിക്കേഷൻസ് റിലീസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ടാണോ ഇത് കാണുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് നമ്മളെക്കുറിച്ചുള്ള ഒരു ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, യുവർ പ്ലേ കൺസോൾ ആൻഡ് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ്, അതാണ് നമ്മളിവിടെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് നമുക്ക് കൊടുക്കാം, നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഒന്നെങ്കിൽ ഓക്കെ, നമ്മുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതർ ഗൂഗിൾ അക്കൗണ്ട്സ് ഹാവ് യൂസ്ഡ്, നമ്മൾ വേറെ ഏതെങ്കിലും അക്കൗണ്ട് ത്രൂ
ഗൂഗിൾ പ്ലേ കൺസോളിനകത്ത് ആക്സസ് ചെയ്തിട്ടുണ്ട് മുമ്പ് ഉണ്ടെങ്കിൽ അത് എസ് കൊടുക്കുക. എന്നിട്ട് അവിടുത്തെ ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. എന്നിട്ട് വെബ്സൈറ്റിൻ്റെ URL, നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അത് യൂസേഴ്സിന് നമ്മളുടെ എന്തെങ്കിലും വെബ്സൈറ്റ് ബിസിനസ് പരമായിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു അങ്ങനെ എന്തെങ്കിലും വെബ്സൈറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമുക്ക് ഇവിടെ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഹാവ് വെബ്സൈറ്റ് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഇനി നമ്മൾ കൊടുക്കേണ്ടത് നമ്പർ ഓഫ് ആപ്സ് ആണ്. അതായത് നമ്മൾ ഏകദേശം എത്ര ആപ്ലിക്കേഷൻസാണ് പബ്ലിഷ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മളോട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരൊറ്റ ആപ്ലിക്കേഷൻസ് ഉള്ള അതാണ് നിങ്ങളുടെ ഒരു ഏക പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. മോർ ദാൻ 10 ആപ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മോർ ദാൻ 10 ആപ്സ് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു 2 to 5, 6 to 10 ഇഷ്ടമുള്ളത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇവിടെ മോർ ദാൻ 10 ആണ് കൊടുക്കുന്നത്. ഏണിങ് മണി ഓൺ ഗൂഗിൾ പ്ലേ, നമ്മൾ ഗൂഗിൾ പ്ലേ ഉപയോഗിച്ചുകൊണ്ട് ഏൺ ചെയ്യാനായിട്ട് നമ്മളുടെ ആപ്ലിക്കേഷൻസിനകത്ത് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ ഇന്ന പർച്ചേസസ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഏണിങ്സ് വരാനായിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കറക്റ്റായിട്ടൊരു ഐഡിയ ഇല്ലെങ്കിൽ ഐ ഡോണ്ട് നോ ആയിട്ട് കൊടുക്കുക. നമുക്ക് എന്തായാലും ഏണിങ്സ് വേണം, അപ്പോൾ അത് എസ് കൊടുക്കുക. ത്രൂ ആഡ്സ്, ഇന്ന പർച്ചേസസ്, സബ്സ്ക്രിപ്ഷൻസ്, പെയ്ഡ് ആപ്സ്. അതർ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. അതറായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ ഇത്രയും എല്ലാം ഓൺ ചെയ്ത് വയ്ക്കാം, നോ ഇഷ്യൂസ്. ഇനി നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോകുന്ന ആപ്സിൻ്റെ ഒരു കാറ്റഗറിയാണ് ഇവർ ചോദിക്കുന്നത്. നമ്മൾ ഏതൊക്കെ ടൈപ്പിലുള്ള ആപ്ലിക്കേഷൻസാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആപ്പ് ഡിസൈൻ ഫോർ ചിൽഡ്രൻ, ഫാമിലി, എല്ലാ രീതിയിലുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. ബാങ്കിങ് ആപ്സ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അത് വേണ്ട. അപ്പോൾ ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസ് ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യണോ, എലക്ഷൻ ആപ്പുകൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ, ന്യൂസ് ആപ്ലിക്കേഷൻസ് വേണമെങ്കിൽ അത്, ഹെൽത്ത് മെഡിക്കൽ ആപ്സ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നൺ ഓഫ് ദ എബോവ് ആണെങ്കിൽ അത്. അങ്ങനെ നിങ്ങൾക്ക് എന്തുവേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ നൺ ഓഫ് ദ എബോവ്, ഇതൊന്നും നമുക്ക് ഇതിലൊന്നും പെടാത്തൊരു കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ നൺ ഓഫ് ദ എബോവ് നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ കോണ്ടാക്ട് നെയിം നമുക്ക് അതായത് നമ്മുടെ യൂസേഴ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്ത് പേരാണ് കാണിക്കേണ്ടത് എന്നുള്ളതാണ്. നമുക്കിവിടെ വേണമെങ്കിൽ നമ്മളുടെ സ്വന്തം പേര് വേണമെങ്കിൽ നമ്മുടെ സ്വന്തം പേര് കൊടുക്കാം. കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ളൊരു ഇമെയിൽ ID ഒന്നും കൂടി വേറൊരു ഇമെയിൽ ID കൊടുക്കാം. വെരിഫൈ, ഓട്ടോമാറ്റിക്കലി വെരിഫൈഡ് ആണത്. അതിൻ്റെ പ്രിഫേർഡ് ലാംഗ്വേജ് നമ്മൾ ഇമെയിൽ കമ്മ്യൂണിക്കേഷനിലൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കുക. പിന്നെ കോണ്ടാക്ട് ഫോൺ നമ്പർ, നമ്മളൊരു മൊബൈൽ നമ്പർ നമ്മളിവിടെ കൊടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ എക്സാക്ട്ലി നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ വിസിബിൾ ചെയ്യത്തില്ല. എന്നാലും ഇൻ കേസ് ഗൂഗിളിൽ നമ്മുടെ കൺസോളായിട്ട് എന്തെങ്കിലും കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പിന്നെ വെരിഫിക്കേഷൻസിനും കുറച്ചുകൂടി സെക്യൂർ ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോണ്ടാക്ട് നമ്പർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കോണ്ടാക്ട് നമ്പർ എൻ്റർ ചെയ്യാം. കോണ്ടാക്ട് നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ നമ്മളുടെ ഫുള്ള് എൻ്റർ ചെയ്യണം. അതായത് നമ്മുടെ കൺട്രി കോഡ് ഉൾപ്പെടെയുള്ള കോണ്ടാക്ട് നമ്പറാണ് വേണ്ടത്. അതായത് +91 അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വരും. എന്നിട്ട് നമ്മൾ വെരിഫൈ ഫോൺ നമ്പറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് OTP 050. ഈ ഒരു OTP വന്നിട്ട് നമ്മളിവിടെ വെരിഫൈ കൊടുക്കുക. നമ്മളുടെ ഫോൺ നമ്പർ വെരിഫൈ ആയി. എന്നിട്ട് നമുക്കിവിടെ നെക്സ്റ്റ് കൊടുക്കാം. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്. ഇവിടെ നമ്മൾ ഐ കൺഫേം എല്ലാത്തിനും നമ്മൾ എഗ്രി കൊടുക്കേണ്ടതായിട്ട് വരും. ഐ എം ഹാപ്പി ടു ഗീവ് ഒക്കേഷണൽ ഫീഡ്ബാക്സ്. സെൻഡ് മീ ന്യൂ ഫീച്ചേഴ്സ് അനൗൺസ്മെൻറ്റ്സ്. ഇതെല്ലാം നമ്മൾ കൊടുക്കാം. കാരണം നമ്മൾ ഇതെല്ലാം നമുക്ക് വേണം. ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഇതിനകത്ത് സക്സസ് ആവാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. ഇതെല്ലാം സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് ആൻഡ് പേ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ പേയ്മെൻറ്റിനുള്ള കാര്യങ്ങളാണ് നമുക്ക് വരിക. ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ $25 പേ ചെയ്യണം. ഇവിടെ നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡ് ആഡ് കൊടുക്കുക. എന്നിട്ട് അഡ്രസ്സ് കൊടുക്കുക, സേവ് കാർഡ് കൊടുക്കുക, അവിടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കുക. മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഓൺ ചെയ്തിടണം. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഫെയിലാവും. അങ്ങനെ നിങ്ങൾ ഈ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ
നിങ്ങളുടെ കൺസോൾ അക്കൗണ്ട് റെഡി ആയിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഈ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ വരാമെന്ന് വെച്ചാൽ, ഞാനിവിടെ ഓൾറെഡി കൺസോൾ അക്കൗണ്ട് ഉള്ള ഒരു ഇമെയിൽ അക്കൗണ്ടിലേക്ക് ഞാനിവിടെ സ്വിച്ച് ചെയ്യാണ്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ കൺസോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആ ഇമെയിൽ ഉപയോഗിച്ചിട്ട് സൈൻ ഇൻ ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, പേയ്മെൻറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ്, ഓക്കെ, ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ പേ ചെയ്യുക, ധൈര്യമായിട്ട് പേ ചെയ്യാം, നിങ്ങൾക്ക് റിസിപ്റ്റ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഇങ്ങനെ ഒരു ഓപ്ഷനാണ് കിട്ടുക. ഇവിടെ നമുക്ക് ചൂസ് ഡെവലപ്പർ അക്കൗണ്ട്, നമുക്ക് ഒരു ഇമെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെ മൾട്ടിപ്പിൾ ഡെവലപ്പർ അക്കൗണ്ട്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ നിന്ന് മൾട്ടിപ്പിൾ പ്രൊഫൈൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഡിഫോൾട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫസ്റ്റത്തെ ഡെവലപ്പർ കൺസോൾ അക്കൗണ്ട് നമുക്കിവിടെ കിട്ടും. ഇതിനകത്ത് ക്ലിക്ക് ചെയ്താൽ നമ്മളുടെ പ്ലേ കൺസോൾ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്ലേ കൺസോൾ അക്കൗണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല, 0 ആപ്സ് ആയിരിക്കും. ഇവിടെ ഞാൻ അത്യാവശ്യം ആപ്പുകളൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്കിവിടെ കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കൊരു പുതിയ ആപ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കുറച്ച് സ്ക്രോൾ ചെയ്തിട്ട് പോവാം. എന്നിട്ട് നമ്മളുടെ ഇവിടെ ആപ്ലിക്കേഷൻസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മളിവിടെ ഓൾറെഡി 8 ആപ്സാണ് റിലീസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, 8 ആപ്സ് റിലീസ് ചെയ്യുന്നത് വെച്ചാൽ 8 ആപ്സാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പുതിയൊരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ക്രിയേറ്റ് ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ക്രിയേറ്റ് ആപ്പിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളിവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിൽ എന്ത് നെയിം വെച്ചിട്ടാണോ കാണിക്കുന്നത്, പ്ലേ സ്റ്റോറിൽ കാണുന്ന പേര്, ഓക്കെ, ആ പേരാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ കോഗ്നി ക്യാമ്പസ്, നിങ്ങൾ ഹൈഫനൊക്കെ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പേസ്റ്റ് ക്ലാസ്. ഓക്കെ, ഇവിടെ നമുക്ക് മാക്സിമം 30 ക്യാരക്ടേഴ്സാണ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബേസ്ഡ് വേണ്ടിയിട്ട് ക്ലാസ് റൂം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡിഫോൾട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ഇതൊരു ആപ്പാണോ അല്ലെങ്കിൽ ഒരു ഗെയിമാണോ? ഇതൊരു ആപ്ലിക്കേഷനാണ്. ഇതൊരു പ്ലേ സ്റ്റോറിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ പേ ചെയ്തിട്ടാണോ ഡൗൺലോഡ് ചെയ്യുന്നത്? ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയാൽ ഫ്രീ കൊടുക്കുക. എന്നിട്ട് ഈ 2 ചെക്ക് ബോക്സും അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് വായിച്ച് നോക്കണമെങ്കിൽ വായിച്ച് നോക്കാം, എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് ക്രിയേറ്റ് ആപ്പ് കൊടുക്കാം. ഇത് നമ്മളുടെ ഒരു പുതിയ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, പുതിയ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുക വെച്ചാൽ അതൊരു പുതിയ ആപ്ലിക്കേഷൻ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെയാണ്. ഇതിലേക്ക് ഇനി നമ്മളുടെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ഫയൽസ് കാര്യങ്ങളൊക്കെ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിനകത്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്യാനുള്ളതെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് തന്നെ നമുക്കൊരു സ്റ്റാർട്ടിങ് ടെസ്റ്റിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഒരിക്കലും ഒരു ആപ്ലിക്കേഷൻ ഡയറക്റ്റ് പബ്ലിക്കിലേക്ക് ഇറക്കത്തില്ല. ഓക്കെ, ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇറക്കണമെങ്കിൽ ഇറക്കാം, പക്ഷെ അങ്ങനെ ആരും ചെയ്യാറില്ല. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസിനകത്ത് നമ്മൾ നോർമലി ഡീബഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫീൽ ആയിരിക്കില്ല നമ്മളിത് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഒറിജിനൽ യൂസേഴ്സിന് കിട്ടുക. അപ്പോൾ നമ്മളിതിനെ പ്ലേ സ്റ്റോറിനകത്ത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കും. അതായത് നമ്മൾ ബീറ്റ ടെസ്റ്റിംഗ്, അങ്ങനെ നമ്മൾ ആൽഫ ടെസ്റ്റിംഗ്, ബീറ്റ ടെസ്റ്റിംഗ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ ഈ ഒരു ടെസ്റ്റിംഗ് ഫേസസിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് റിലീസസ് എല്ലാവരും വരാം. ഓക്കെ, എന്നിട്ട് ഇത് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആ ഓഡിയൻസ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ കസിൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ അവർക്ക് മാത്രമായിട്ട് കിട്ടാവുന്ന രീതിയിലായിരിക്കും നമ്മൾ ഫസ്റ്റൊക്കെ റിലീസ് ചെയ്യുക. എന്നിട്ട് അവർ ഈ പ്ലേ സ്റ്റോറിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ യൂസ് ചെയ്ത് നോക്കും. അവർ നമുക്ക് ഫീഡ്ബാക്സ് ഒക്കെ തരുമ്പോൾ അതൊക്കെ നമുക്ക് കിട്ടും. അതൊക്കെ വെച്ചിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ബഗ്ഗുകൾ കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാം. എല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫൈനൽ പ്രൊഡക്ഷൻ റിലീസിലേക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് പ്ലേ സ്റ്റോറിനകത്ത് പല രീതിയിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ റിലീസ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മെയിൻ സ്റ്റോർ ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഐക്കൺ പ്ലേ സ്റ്റോറിൽ ഇതിനെ എങ്ങനെയാണ് വിസിബിൾ ആക്കേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ലെഫ്റ്റ് സൈഡ് പാനലിൽ നിന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് ഗ്രോയിൻ്റെ അണ്ടറിലായിട്ട് മെയിൻ സ്റ്റോർ ലിസ്റ്റിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിലേക്ക് പോവാം, മെയിൻ സ്റ്റോർ ലിസ്റ്റിംഗ്. ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതിനൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. ഓക്കെ, ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങളുടെ ആപ്ലിക്കേഷന് വിത്തിൻ 80 ക്യാരക്ടറിൽ വരുന്ന ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഓക്കെ,
ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെ ഒരു ചെറിയൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇനി നിങ്ങൾക്കൊരു ലോങ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അതൊരു മാക്സിമം അപ് ടു 50,000 ക്യാരക്ടേഴ്സ് വരെയുള്ള നമുക്കൊരു ലോങ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഓക്കെ, ഓക്കെ നമ്മളൊരു എനിക്കിപ്പോൾ എന്തായാലും 2000 ക്യാരക്ടേഴ്സ് ഒന്നും ഇവിടെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത്ര ടൈപ്പ് ചെയ്യുമ്പോൾ ഒത്തിരി ടൈം പോവും. അപ്പോൾ എന്തായാലും ഇത്രയും ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാഫിക്സ് ആണ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഐക്കൺ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. ആപ്പ് ഐക്കൺ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കുറച്ച് കുറച്ച് കൺസ്ട്രെയിൻസ് ഇവർ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ആപ്പ് ഐക്കൺ മസ്റ്റ് ബി ഇൻ PNG ഓർ JPG അപ് ടു 1 MB. 1 MB താഴെയുള്ള ഫയൽസേ നമ്മൾ ആപ്പ് ഐക്കണായിട്ട് അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 512 പിക്സൽ ബൈ 512 ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇത് അപ്ലോഡ് ചെയ്യാണ്. ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് 512 ബൈ 512 ആണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഈ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഈ ഒരു റെസൊല്യൂഷനിലല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് റീസൈസർ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റുകൾ അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് ഏത് റെസൊല്യൂഷനിലാണോ വേണ്ടത് ആ ഒരു റെസൊല്യൂഷൻ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിലോട്ട് അവർ കൺവേർട്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അത് അപ്ലോഡ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് 1 MB താഴെയാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. 1 MB താഴെയാണെന്നുണ്ടെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഈ ഒരു ആപ്പ് ഐക്കൺ എന്ന് പറയുന്നത് 1 MB താഴെയാണ്. അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്തു. ഇനി നമുക്കൊരു ഫീച്ചേർഡ് ഗ്രാഫിക്സ് ആണ് വരുന്നത്. ഇതിന് നമ്മൾ ഈ ഒരു റെസൊല്യൂഷനിലുള്ള ഇമേജാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത് 15 MB താഴെയുള്ള ഇമേജ് ആയിരിക്കണം. ഇതായിരിക്കണം അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിലില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് തൽക്കാലത്തേക്ക് ടെമ്പററി ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്ലോഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത ഫയൽ. നമ്മളെല്ലാ കാര്യങ്ങളും റെഡിയാക്കി കുറച്ച് ടൈം എടുക്കും. ഇൻ കേസ് നമ്മളൊരു യൂട്യൂബ് ട്രെയിലറോ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ വീഡിയോയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ ആ ഒരു യൂട്യൂബ് URL ആ ഒരു ലിങ്ക് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാം. പിന്നെ നമുക്ക് ഫോണിൽ നമ്മളിതിനെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ ഉള്ള സ്ക്രീൻഷോട്ടുകൾ അതൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിന് ഇവരൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു ഫയൽ സൈസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു 16:9 അല്ലെങ്കിൽ 9:16 ആസ്പെക്ട് റേഷ്യോയിലാണ് ഇവർ പറയുന്നത്. എല്ലാ ഇമേജസും ലെസ് ദാൻ 10 MB വരണം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് നോക്കാം ഫോർ ടെമ്പററി പർപ്പസ്. ഇത് അക്സെപ്റ്റ് ചെയ്യുമോ അറിയത്തില്ല. ഓക്കെ, ആ ഒരു ഇമേജ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് മിനിമം 2 ഇമേജസ് എങ്കിലും വേണം. അപ്പോൾ ഞാൻ ഈ ഇമേജ് തന്നെയാണ് 2 പ്രാവശ്യം കൊടുക്കുന്നത്. ഓക്കെ, ഞാനിത് ജസ്റ്റ് ഫോർ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 2 സ്ക്രീൻഷോട്ട് ഇമേജസ് നമ്മൾ കൊടുത്തു. ഇത് ഫോണിലേക്ക് അല്ലെങ്കിൽ ടാബ്ലറ്റിലേക്കൊക്കെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ടാബ്ലറ്റിനകത്ത് ഒരു ആൾക്കാർ നമ്മുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുമ്പോൾ അവർ കാണേണ്ടത് എന്താണെന്നുള്ളതാണ്. അപ്പോൾ അവർക്കും നമ്മൾ ഈ ഒരു സെയിം സ്ക്രീൻഷോട്ട് തന്നെയാണ് ഇപ്പോൾ വയ്ക്കുന്നത്. ഓക്കെ, അത് അറ്റ്ലീസ്റ്റ് 1 മതി. ഇൻ കേസ് നമ്മൾക്ക് എന്തോരം ഡീറ്റെയിൽസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്ര ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ അത്രയും ചേഞ്ചസ് ഇവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് മെയിൻ സ്റ്റോർ ലിസ്റ്റിങ്ങിൽ വന്നിട്ട് പ്ലേ സ്റ്റോറിൽ ഇതെങ്ങനെയാണ് വിസിബിൾ ആവേണ്ടത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ആപ്പ് ഐക്കണൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് വരുന്നത് 4 ടൈപ്പ് റിലീസസ് ആണ്. ഒന്ന് ഇൻറ്റേർണൽ ടെസ്റ്റിംഗ്, രണ്ടാമത് ക്ലോസ്ഡ് ടെസ്റ്റിംഗ്, മൂന്നാമത് ഓപ്പൺ ടെസ്റ്റിംഗ്, പിന്നെ ഒരു 4ാമത് ഒരാളാണ് പ്രൊഡക്ഷൻ റിലീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് അല്ലെങ്കിൽ അതായത് നമുക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് ഇൻറ്റേർണൽ ടെസ്റ്റിംഗ്. നമുക്കിപ്പോൾ പ്ലേ സ്റ്റോറിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് റിലീസ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് പ്ലേ സ്റ്റോറിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ഇൻറ്റേർണൽ ടെസ്റ്റിങ്ങിലിടാം. ഓക്കെ, എന്നിട്ട് നമുക്കിവിടെ സെലക്ട് ടെസ്റ്റേഴ്സ്, നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഇപ്പോൾ നമ്മളൊരു 3-4 ഡെവലപ്പേഴ്സ് ഉണ്ടെങ്കിൽ അവരെല്ലാവരെയും ഈ ഒരു സെലക്ട് ടെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് പോകാം. ഇവിടെ നമുക്കൊരു പുതിയൊരു ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിസ്റ്റ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഏതെങ്കിലും ഒരു ലിസ്റ്റ് ഒരു പേര് കൊടുക്കാം.
എന്നിട്ട് അവിടേക്ക് ആ ഡെവലപ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ ആ ആളുകളുടെ ഇമെയിൽ അഡ്രസ്സ് നമ്മളിവിടെ കൊടുക്കുക. അവർ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ യൂസ് ചെയ്യുന്ന ഇമെയിൽ അഡ്രസ്സസ് ഇവിടെ കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് അതിനെ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിപ്പോൾ ഇൻ കേസ് ഇതാണെന്ന് വിചാരിക്കുക, സ്റ്റുഡിയോ സിങ്ക് ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഇതിന് ചെക്ക് ബോക്സ് ചെയ്താൽ ഈ ഒരു ലിസ്റ്റിനകത്തുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവർക്ക് മാത്രമായിട്ട് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇവർക്ക് അതിനെ യൂസ് ചെയ്ത് നോക്കാൻ പറ്റും, അതിനകത്തുള്ള ബഗ്ഗുകൾ കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, പിന്നെ വരുന്നതാണ് ക്ലോസ്ഡ് ടെസ്റ്റിംഗ്. ക്ലോസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതിന് ഞാനിവിടെ ലീവ് ആൻഡ് ഡിസ്കാർഡ് കൊടുക്കുകയാണ്. ഓക്കെ, ക്ലോസ്ഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ ടെസ്റ്റിങ്ങിനേക്കാളും കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് വരും. ഓക്കെ, ഇൻറ്റേർണൽ ടെസ്റ്റിങ്ങിന് നമുക്ക് വേറെ കാര്യങ്ങൾ റിവ്യൂസോ കാര്യങ്ങളൊന്നുമില്ല, കാരണം ഇത് പബ്ലിക്കിലേക്ക് ഒട്ടും തന്നെ പോകുന്നില്ല. ക്ലോസ്ഡ് ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ കുറച്ചും കൂടി പബ്ലിക്കിൻ്റെ അടുത്തോട്ട് നീങ്ങി പോകുന്നതാണ്. കുറച്ചുകൂടി പബ്ലിഷ് ചെയ്യും, കുറച്ചും കൂടി കൂടുതൽ ഓഡിയൻസിലേക്ക് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ക്ലോസ്ഡ് ടെസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ടെസ്റ്റേഴ്സായിട്ട് വരുന്ന ആരൊക്കെയാണെന്ന് വെച്ചാൽ നമ്മളുടെ ഡെവലപ്പേഴ്സ്, നമ്മളുടെ വർക്ക് ചെയ്യുന്ന കമ്പനിയിലുള്ളവർ, അല്ലെങ്കിൽ ഫ്രണ്ട്സാണെങ്കിൽ ഫ്രണ്ട്സ്, കൊളീഗ്സ്, അവരുടെ എല്ലാവരുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനാണ് നമ്മൾ ആൽഫ ടെസ്റ്റിംഗ് എന്നും കൂടി പറയുന്നത്. നമ്മളുടെ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനാണ്, ആ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റത്തുള്ളൂ. ഇനി ക്ലോസ്ഡ് ടെസ്റ്റിങ്ങിനകത്ത് കുഴപ്പമൊന്നുമില്ല, കമ്പനിയുടെ അകത്ത് ഉള്ളവരൊക്കെ ചെക്ക് ചെയ്തിട്ട് നല്ലൊരു ആപ്ലിക്കേഷനാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ഇതിനെ ഓപ്പൺ ടെസ്റ്റിങ്ങിലേക്ക് വിടും. ഓക്കെ, ഓപ്പൺ ടെസ്റ്റിങ് ക്രിയേറ്റ് ചെയ്യും. ഓപ്പൺ ടെസ്റ്റിങ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ബീറ്റ വേർഷൻസ് എന്ന് പറയും ആപ്ലിക്കേഷൻ. നമ്മൾ ഒത്തിരി പ്ലേ സ്റ്റോറിനകത്ത് ബീറ്റ വേർഷൻസ് കാണാറുണ്ട്. ഒരു ആപ്ലിക്കേഷൻ്റെ പേരിൻ്റെ സൈഡിലായിട്ട് ബ്രാക്കറ്റിനകത്ത് ബീറ്റ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു ടെസ്റ്റിംഗ് വേർഷനാണ് പബ്ലിക്കിലേക്ക്. അതായത് എല്ലാവർക്കും നമുക്ക് ഏത് കൺട്രീസിലൊക്കെ കാണിക്കണം അതൊക്കെ കൊടുക്കാം, എത്ര ആൾക്കാർക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ ലിമിറ്റ് സെറ്റ് ചെയ്യാനും പറ്റും. ഒരു 1 മില്യൺ ഇൻസ്റ്റാൾസ് കഴിയുമ്പോൾ ലിമിറ്റ് സെറ്റ് ചെയ്യാം. അത്രയും ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ഓപ്പൺ ടെസ്റ്റിങ്ങിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അൺലിമിറ്റഡ് കൊടുക്കണമെങ്കിൽ അൺലിമിറ്റഡ് കൊടുക്കാം. ഓക്കെ, പക്ഷേ ഇതൊരു ബീറ്റ വേർഷനിലായിരിക്കും. ഇതൊരിക്കലും നമ്മളുടെ പ്രൊഡക്ഷൻ വേർഷനെ അഫക്റ്റ് ചെയ്യത്തില്ല. ഈ ടെസ്റ്റിംഗ് റിലീസസ് ഒന്നും നമ്മളുടെ പ്രൊഡക്ഷൻ റിലീസിനെ അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം ടെസ്റ്റിംഗ് കേസിനകത്ത് നമ്മൾ റിലീസ് ചെയ്യണതിൽ ആളുകൾക്ക് നമുക്ക് ഫീഡ്ബാക്ക് തരാം, റേറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അതൊന്നും നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ റാങ്കിങ്ങിനോ കാര്യത്തിനൊന്നും അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓപ്പൺ ടെസ്റ്റിംഗ് നടത്തുന്നത്. ഓപ്പൺ ടെസ്റ്റിങ്ങിനകത്ത് ഒരു ഇഷ്യൂസും ഇല്ലെങ്കിലാണ് നമ്മൾ ഡയറക്റ്റായിട്ട് പ്രൊഡക്ഷൻ വേർഷനിലേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ വേർഷൻ റിലീസ് ചെയ്യണം. അവിടെ നമ്മളൊരു പുതിയ റിലീസ് കൊടുക്കുക. ഇതാണ് നമ്മളുടെ ആപ്ലിക്കേഷൻസ് നമ്മൾ പ്ലേ സ്റ്റോറിൽ കാണുന്ന യാതൊരു പ്രശ്നങ്ങളുമില്ല. നമ്മൾ നോർമലി ഡേ ടു ഡേ ലൈഫിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് എല്ലാം ഈ ഒരു പ്രൊഡക്ഷനിൽ കിടക്കുന്നതാണ് നമ്മളെല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു പ്രൊഡക്ഷൻ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ റിലീസിന് റെഡി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല. ഓക്കെ, അതൊരു കറൻ്റ്ലി ഇൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നെങ്കിൽ ഈ ഒരു ടെസ്റ്റിംഗ് ഫേസസിലാണ് ഇതിനെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിനെ ഫസ്റ്റ് ഒരു ഇൻറ്റേർണൽ ടെസ്റ്റിങ്ങിൽ അപ്ലോഡ് ചെയ്തിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഇത് സെയിം പ്രൊസീജിയർ. പ്രൊഡക്ഷൻ സ്റ്റേജിൽ ശരിക്കും പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റിലീസ് ചെയ്യാനായിട്ട് എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി. ഓക്കെ, പ്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മളിവിടെ നോക്കിയാൽ ക്രിയേറ്റ് ന്യൂ റിലീസ് കൊടുക്കാം, നമ്മളുടെ ആ ഒരു AAB ഫയലിന് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അത് നമ്മൾ റിവ്യൂവിന് സബ്മിറ്റ് ചെയ്യാം. ഇൻറ്റേർണൽ ടെസ്റ്റിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്ഷനിൽ വരുന്ന എല്ലാ സ്റ്റേജസും ഇവിടെയുണ്ട്. ക്രിയേറ്റ് ന്യൂ റിലീസ് കൊടുക്കുക. അതിന് മുമ്പായിട്ട് കുറച്ച് അഡീഷണൽ സ്റ്റെപ്സും കൂടിയുണ്ട്. അതായത് നമ്മുടെ ടെസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ടെസ്റ്റേഴ്സിനെ സെലക്ട് ചെയ്തു, സേവ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് സെലക്ടേഴ്സിന് ടെസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ പുതിയ ക്രിയേറ്റ് ന്യൂ റിലീസ് കൊടുക്കുക. ഇവിടെ നമ്മളുടെ പുതിയ AAB ഫയലിനെ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകണം. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കീസ്റ്റർ ഫയൽ നമുക്ക് ചൂസ് ചെയ്യണം. അത് സൈൻ കീ നമ്മളായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഗൂഗിൾ തന്നെ പ്ലേ സ്റ്റോർ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തിട്ട് അതാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ തന്നെ അപ്ലോഡ് ചെയ്യും, അതാണ് ഇവിടെ ചോദിക്കുക. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നത് ഗൂഗിൾ ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു കീ തന്നെ യൂസ് ചെയ്തോളാൻ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുക. അത് പ്ലേ സ്റ്റോറിലുള്ള 90% ആപ്സും ഈ ഒരു ഓപ്ഷനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കത് ലോഡിംഗ് ആണ്.
കാരണം അവർ ഈ ഒരു സൈൻ ഇൻ കീ ജനറേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ സൈൻ ഇൻ കീ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു AAB ഫയൽ ഇവിടേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിടാം. അപ്പോൾ ആ ഒരു ഫയൽ ഇവിടെ അപ്ലോഡ് ആവും. ഓക്കെ, ഇത് അപ്ലോഡ് ആവുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു റിലീസിന് ഒരു പേര് കൊടുക്കണമെങ്കിൽ നമുക്ക് പേര് കൊടുക്കാം. വേണമെങ്കിൽ ഫസ്റ്റ് ഇൻറ്റേർണൽ ടെസ്റ്റിംഗ് എന്നോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പ്രൊഡക്ഷൻ വേസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്ഷൻ റിലീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈ ഒരു റിലീസിനെ യൂണിക്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പേര് കൊടുക്കാം. ഓക്കെ, ഇൻറ്റേർണൽ ടെസ്റ്റിംഗ്. ഓക്കെ, അങ്ങനെ ഒരു പേര് കൊടുക്കാം. നമ്മൾ പ്രൊഡക്ഷനിലാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ടെസ്റ്റിങ്ങിലാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ, അതായത് നമ്മളുടെ പുതിയൊരു വേഷൻ അപ്ലോഡ് ചെയ്യുന്ന ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഏരിയ ഒക്കെ സെയിം ആണ്, ഈക്വലായിട്ട് തന്നെയാണ് വരുന്നത്. ഓക്കെ, റിലീസ് കൊടുക്കുക. എന്നിട്ട് റിലീസ് നോട്ട്, ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ബഗ്ഗുകൾ ഫിക്സ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇവിടെ നമുക്കൊരു പ്രശ്നം വന്നിട്ടുണ്ട്. യു നീഡ് ടു യൂസ് എ ഡിഫറെൻറ്റ് പാക്കേജ് നെയിം ബിക്കോസ് ദ com.example ഈസ് റിസ്ട്രിക്റ്റഡ്. അതായത് നമ്മൾ ഡിഫോൾട്ടായിട്ട് നമ്മളൊരു ഫ്ലട്ടറിൻ്റെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മളുടെ പാക്കേജ് നെയിം com.example എന്ന് പറഞ്ഞിട്ടായിരിക്കും. അത് എക്സാമ്പിൾ ഡോട്ട് പിന്നെ നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ പേരെന്താണോ ആ പ്രൊജക്റ്റിൻ്റെ പേര് അങ്ങനെയായിരിക്കും വരാം. അപ്പോൾ നമ്മൾ ആ ഒരു com.example നമ്മൾ റിലീസ് ചെയ്യുന്ന ടൈമിൽ അത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് റിസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ നമ്മളതിനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മളുടെ ഒരു യൂണിക് പാക്കേജ് നെയിമാക്കി മാറ്റണം. അപ്പോൾ അങ്ങനെ പാക്കേജ് നെയിം ചേഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇനി പാക്കേജ് നെയിം ചേഞ്ച് ചെയ്യാനായിട്ട് ഇപ്പോൾ VS കോഡിലാണെങ്കിൽ ഈ ഒരു സെർച്ച് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ നിലവിലുള്ള പാക്കേജ് നെയിം എന്താണോ അതോട് സെർച്ച് ചെയ്യുക. നിലവിലുള്ള com.example .cockney campus. ഓക്കെ, ഇതാണ് ഇപ്പം നിലവിലുള്ള പാക്കേജ് നെയിം. ഇതിൻ്റെ താഴത്തായിട്ട് റീപ്ലേസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് പാക്കേജ് നെയിമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആ ഒരു പാക്കേജ് നെയിം ഇവിടെ കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് com.whitecity.cockney campus. ഓക്കെ, ഇങ്ങനത്തെ ഒരു പാക്കേജ് നെയിമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുക. അപ്പോൾ എന്ത് സംഭവിക്കാമെന്ന് വെച്ചാൽ എവിടെ ഈ പ്രൊജക്റ്റിനകത്ത് എവിടെയൊക്കെ ഈ ടെക്സ്റ്റ് ഉണ്ടോ അതെല്ലാനും ഈ ടെക്സ്റ്റായിട്ട് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പാക്കേജ് നെയിമിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, റീപ്ലേസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് 118ഓളം ഫയൽസിനകത്താണ് ഇത് ചേഞ്ചസ് വരുത്താനായിട്ട് പോകും. എന്നിട്ട് നമ്മൾ റീപ്ലേസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമ്മളുടെ പാക്കേജ് നെയിം ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫയൽ നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റത്തില്ല. നമ്മളുടെ പാക്കേജ് നെയിം എല്ലാവരും com.whitecity.cockney campus ആയിട്ടുണ്ടാവും. ഇനി നമുക്കൊന്നും കൂടി ഈ ഒരു AAB ഫയലിൽ നിന്ന് ജനറേറ്റ് ചെയ്യാം. ക്വിക്കായിട്ട് ജനറേറ്റ് ആവും. ഓക്കെ, നമ്മളുടെ പുതിയ ഫയലോട് ജനറേറ്റ് ആയിട്ടുണ്ട്. ഞാൻ കൺട്രോൾ ക്ലിക്ക് ചെയ്യുക. പ്രൊജക്റ്റ് നമ്മുടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റിവീൽ ഇൻ ഫൈൻഡർ കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പഴയത് നമുക്ക് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാം, പുതിയ അപ്ലോഡ് ചെയ്യാം. ഇതിൻ്റെ പാക്കേജ് നെയിമാണ് നമ്മൾ ചേഞ്ച് ചെയ്തത്. ഓക്കെ, നമുക്ക് വേണ്ട ഒരു പ്രൊഫഷണൽ പാക്കേജ് നെയിമിലേക്ക് നമ്മളതിനെ കൊണ്ടുവന്നു. ഓക്കെ, ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ നെക്സ്റ്റ് ബട്ടണിലുണ്ടോ നെക്സ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് എന്തെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയലിനകത്ത് എന്തെങ്കിലും എറർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയും. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കുറച്ചുകൂടി കാര്യങ്ങൾ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് നമുക്കിവിടെ പറയും. അപ്പോൾ നമുക്കിവിടെ എറർ എന്ന് പറഞ്ഞിട്ട് ഒരു എററാണ് വന്നിരിക്കുന്നത്. അപ്പോൾ യു മസ്റ്റ് കംപ്ലീറ്റ് ആപ്പ് ആക്സസ് സെക്ഷൻ ബിഫോർ അപ്ഡേറ്റിംഗ് ദ പെർമിഷൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗോ ടു ആപ്പ് ആക്സസ് കൊടുക്കും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ കൊടുക്കേണ്ടത് കുറച്ച് കാര്യങ്ങളിങ്ങനെ ഡിക്ലെയർ ചെയ്യുക എന്നുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ വരുന്നത്. ഓൾ ഫങ്ഷനാലിറ്റീസ് ഇൻ ദിസ് ആപ്പ് ഈസ് ആക്സസിബിൾ വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻസ്. ഓക്കെ, നമുക്കിത് എസ് കൊടുക്കാം. ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണെങ്കിലോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ആക്സസ് ചെയ്യാനായിട്ട് വല്ല ലോഗിൻ എന്തെങ്കിലും വേറെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ ഓൾ ഓർ സം ഫങ്ഷനാലിറ്റീസ് ഇൻ മൈ ആപ്പ് ഈസ് റെസ്ട്രിക്റ്റഡ് എന്ന് കൊടുക്കാം. അതിനകത്ത് ആക്സസ് ചെയ്യാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്കിവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇൻസ്ട്രക്ഷൻ നെയിം നമുക്ക് വേണമെങ്കിൽ ഒത്തൻറ്റിക്കേഷൻ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, ഒത്തൻറ്റിക്കേഷൻ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. ഇവിടെ നമ്മൾ ഒരു യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ഈ ഒരു അതായത് ടെസ്റ്റേഴ്സിന് ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഇമെയിൽ അഡ്രസ്സ്, ഒരു ഡമ്മി അല്ല, നമുക്കൊരു ടെസ്റ്റിംഗ് ഇമെയിൽ
ഒരു പാസ്വേഡ് പറഞ്ഞിട്ട് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇമെയിൽ, അതായത് ഇപ്പോൾ testcc@gmail.com ഈ ഒരു ഇമെയിൽ അഡ്രസ്സും പിന്നെ 12345678 ഈ ഒരു പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും. ഇത് ത്രൂ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഫുള്ള് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ആ ഒരു റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫയൽസിന് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ താഴെ ഈ ഒരു ബോക്സിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കുക. നോ അതർ ഇൻഫർമേഷൻസ് ഈസ് റിക്വയർഡ്. ഓക്കെ, അത് നമ്മൾ എൻ്റർ ചെയ്ത് ചെക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് ചെക്ക് ചെയ്യാം, ആഡ് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഇത് ഡിക്ലെയർ ചെയ്തു, ഇനി നമുക്ക് ഇതിനെ സേവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആപ്പ് ആക്സസ് ഡിക്ലെയർ ചെയ്തു. ഇനി നമുക്ക് റിവ്യൂ റിലീസസിലേക്ക് തിരിച്ചു പോവാം. ഇനി ഇവിടെ നമുക്ക് വേറൊരു എറർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദിസ് റിലീസ് ഇൻക്ലൂഡ്സ് പെർമിഷൻസ് ദാറ്റ് ഹാവൻ ബീൻ ഡിക്ലെയർഡ് ഇൻ പ്ലേ കൺസോൾ. അപ്പോൾ ഇതിലേക്ക് ഒത്തിരി പെർമിഷൻസ് ആവശ്യമുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ ഗോ ടു സെൻസിറ്റീവ് ആപ്പ് പെർമിഷൻ. ഇപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഇതിനൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. ഇവർ പറയുന്ന ഈ ഓരോ കാര്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ ഗോ ടു സെൻസിറ്റീവ് ആപ്പ് കണ്ടൻറ്റ്. ഓക്കെ, പെർമിഷൻസ് ഇത് കൊടുക്കുക. നമ്മൾ ഇത്രയും പെർമിഷൻസാണ് നമ്മളുടെ ഈ ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്ത എൻ്റെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് റിവ്യൂ റിലീസ്. ഇനി നമ്മുടെ ഇറേഴ്സ് എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് 2 വാർണിങ്സ് ആണുള്ളത്. ഇത് നമ്മൾ ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ പറയുന്നത് യു ഹാവ് നോട്ട് കംപ്ലീറ്റഡ് ദ ഹെൽത്ത് ഡിക്ലറേഷൻ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒരു ഡിക്ലറേഷൻ ആപ്പ് ഫീച്ചേഴ്സ്, നമ്മളുടെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസിൻ്റെ ആപ്ലിക്കേഷൻ ആണോ അല്ല, മെഡിക്കൽ ആപ്പാണോ അല്ല. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ നോക്കുക, ഇതെല്ലാം വായിച്ച് നോക്കുക. അതല്ല ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ മൈ ആപ്പ് ഡസ് നോട്ട് ഹാവ് എനി ഹെൽത്ത് ഫീച്ചേഴ്സ്. ഓക്കെ, ഹെൽത്ത് റിലേറ്റഡ് അല്ലെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് തിരിച്ച് നമ്മുടെ റിലീസിലേക്ക് തന്നെ പോവാം. ഇനി നമുക്കിവിടെ ഒരു വാർണിംഗ് കൂടിയാണുള്ളത്, അതായത് ആ ബണ്ടിൽ കണ്ടെയ്ൻസ് നേറ്റീവ് കോഡ്സ് ആൻഡ് യു ഹാവ് നോട്ട് അപ്ലോഡഡ് ഡീബഗ് സിമ്പിൾസ്. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു വാർണിംഗ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നേരെ ബാക്കിലോട്ട് പോകാം. ഈ ഒരു ബാക്ക് ബട്ടണിൽ പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു റിലീസ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഒരു AAB ഫയൽ ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള ഈ ഒരു 3 ഡോട്ട്സ് ഉണ്ടല്ലോ, ഇന്നത്തെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലോഡ് നേറ്റീവ് ഡീബഗ് സിമ്പിൾസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ നേറ്റീവ് സിമ്പിൾസിൻ്റെ അതിനൊന്ന് സിപ്പ് ഫയലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഫ്ലട്ടറിൻ്റെ പ്രൊജക്റ്റിലേക്ക് പോവാം. ഇവിടെ നമ്മളുടെ ആ റിലീസ് .AAB ഫയൽ ഉണ്ടല്ലോ, ഇത് നിൽക്കുന്ന ഈ ഒരു പൊസിഷൻ നോക്കിയിട്ട് അതിൻ്റെ ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ഫോൾഡറും കിട്ടും. അതായത് അസറ്റിൻ്റെ താഴെ ബിൽഡ് ആപ്പ് ഇൻ്റർമീഡിയറ്റ്സ്, ഈ ഒരു ഫോൾഡറിൻ്റെ അകത്തേക്ക് പോവുക. ഇതിനകത്ത് പോയിട്ട് മെർജ്ഡ് നേറ്റീവ് ലിബ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ കിട്ടും. ഓക്കെ, മെർജ്ഡ് നേറ്റീവ് ലിബ്സ് ഇത് ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ലിബ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡർ ഉണ്ടല്ലോ, അതിനെ ഫൈൻഡറിലോ അല്ലെങ്കിൽ ഫയൽ എക്സ്പ്ലോററിലാണെങ്കിൽ അങ്ങനെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു 3 ഫോൾഡേഴ്സ് കിട്ടും. ഈ 3 ഒരുമിച്ച് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനൊരു സിപ്പാക്കി കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതിനെ ഒരു സിപ്പ് ഫയലാക്കിയിട്ട് ഈ ഒരു സിപ്പ് ഫയലിനെയാണ് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു നേറ്റീവ് ലിബ്സ് എന്ന് പറയുന്നിടത്ത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ വേറെ എറേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. നമുക്കിവിടെ ഡയറക്റ്റ് സേവ് ചെയ്തിട്ട് ഇൻറ്റേർണൽ ടെസ്റ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് പബ്ലിഷ് ചെയ്യാം. നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓപ്പൺ ടെസ്റ്റിംഗ് ക്ലോസ് ടെസ്റ്റിംഗ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളിതിനെ റിവ്യൂവിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇൻറ്റേർണൽ ടെസ്റ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ ഡെവലപ്പേഴ്സിന് മാത്രം ആയതുകൊണ്ട് വേറെ പബ്ലിക്കിലേക്ക് ഒന്നും പോകാത്തതുകൊണ്ട് നമ്മളിങ്ങനെ വേറെ സെപ്പറേറ്റ് റിവ്യൂവിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സേവ് ആൻഡ് പബ്ലിഷ് കൊടുക്കുകയാണ്. സേവ് ആൻഡ് പബ്ലിഷ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ഇൻറ്റേർണൽ ടെസ്റ്റിംഗ് വേർഷൻ അവൈലബിൾ ടു ഇൻറ്റേർണൽ ടെസ്റ്റേഴ്സ്. ഇൻ കേസ് നിങ്ങളിപ്പോൾ പ്രൊഡക്ഷൻ റിലീസാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ പ്രൊഡക്ഷൻ്റെ അകത്ത് വരാം. ആ ഒരു ലാസ്റ്റ് നമ്മൾ കണ്ട സേവ് ആൻഡ് പബ്ലിഷ് എന്ന് പറയുന്ന ബട്ടൺ പകരം സെൻഡ് ടു റിലീസ് ഓവർവ്യൂ അല്ലെങ്കിൽ പബ്ലിഷിംഗ് ഓവർവ്യൂവിലേക്ക് പോകാനായിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് പറയാം. അത് കഴിഞ്ഞ് നിങ്ങൾക്കിവിടെ പബ്ലിഷിംഗ് ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്തേക്കായിരിക്കും നിങ്ങൾ വരാം.
ഇവിടെ നിങ്ങൾ സെറ്റ് ചെയ്ത എല്ലാ ചേഞ്ചസും ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഐറ്റംസാണ് ചേഞ്ച് ആയത് അതെഴുതി കാണിച്ചിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്ഷൻ റിലീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെൻഡ് ആപ്പ് ഫോർ റിവ്യൂ എന്ന് പറയുന്നത് ഈ ബട്ടൺ ഇനേബിൾ ആയിരിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പുതിയ ആപ്ലിക്കേഷൻ റിവ്യൂവിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ആവും. എന്നിട്ടൊരു ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം 2 to 4 days അല്ലെങ്കിൽ വിത്തിൻ 1 വീക്കിനകത്തൊക്കെയാണ് നിങ്ങൾക്കൊരു ഫസ്റ്റത്തെ ആപ്ലിക്കേഷനൊക്കെ ആണെങ്കിൽ റിവ്യൂ കംപ്ലീറ്റ് ആവുക. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അത്യാവശ്യം ആപ്പുകളൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു അപ്ഡേഷൻസൊക്കെയാണ് ചേഞ്ചിന് റിവ്യൂവിന് കൊടുക്കുന്നുണ്ടെങ്കിൽ വിത്തിൻ 1 or 2 hours അല്ലെങ്കിൽ മാക്സിമം അപ് ടു 4 days വരെയൊക്കെ എടുക്കും റിവ്യൂ കംപ്ലീറ്റ് ആവാനായിട്ട്. ഓക്കെ, സെർട്ടൻ സിറ്റുവേഷൻസിനകത്ത് അതിലും കൂടുതൽ എടുക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്ലേ സ്റ്റോറിനകത്ത് ഒരു ആപ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഡാഷ്ബോർഡിൽ വന്നാൽ നമ്മളുടെ പ്രൊഡക്ഷൻ ഇവിടെ ഇനാക്റ്റീവാണ്, പക്ഷേ ടെസ്റ്റിംഗ് ട്രാക്കുകൾ ആക്റ്റീവാണ്. കണ്ടോ, ഇൻറ്റേർണൽ ടെസ്റ്റിംഗ് ട്രാക്ക് ആക്റ്റീവാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ഫ്ലട്ടർ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിനകത്തേക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഇനി എന്തെങ്കിലും ഇതുപോലത്തെ സ്റ്റണ്ണിങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ ഇന്നതായിരിക്കണമെന്ന് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കതും കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ.